RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപ കേസിൽ സത്യഭാമയ്ക്ക് ജാമ്യം ഉപാധികളോടെയാണ് ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജു, ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഈ ജാമ്യത്തിൽ അനുവദിച്ചിട്ടുണ്ടോ കോടതി? എന്തൊക്കെയാണ് വിവരങ്ങൾ? കോടതി നടപടികൾ ഏത് രീതിയിലായിരുന്നു? സംഗീത, അല്പം മുമ്പാണ് കർശന ഉപാധികളോടുകൂടി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3 വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടുമുള്ളത്. അതിൽ പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണവുമായി സഹകരിക്കണം, ഹാജരാവണം. ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. മൂന്നാമതായി പറയുന്നത് സമാനമായിട്ടുള്ള കുറ്റകൃത്യം ഇനി ആവർത്തിക്കാൻ പാടില്ല. ഒപ്പം തന്നെ 50,000 രൂപയുടെ 2 ആൾജാമ്യവും നൽകിക്കൊണ്ടാണ് കർശന ഉപാധികളോടുകൂടി തന്നെ ഈ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത്. രാവിലെ 10 മണിക്കാണ് കോടതിയിലേക്ക് 11 മണിയോടുകൂടിയാണ് കോടതിയിലേക്ക് സത്യഭാമ കീഴടങ്ങിയത്. ശേഷം വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ ഉണ്ടായി. ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ RLV രാമകൃഷ്ണനും വാദിക്കുകയുണ്ടായി. ചെറിയ കേസായി കാണാൻ കഴിയില്ലെന്നാണ് RLV രാമകൃഷ്ണനെ കോടതി മുമ്പാകെ ബോധിപ്പിച്ചത്. ഒപ്പം തന്നെ ഈ സംഭവശേഷവും സമാനമായിട്ടുള്ള പ്രതികരണം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആവർത്തിച്ച് നൽകിയ കാര്യം കൂടി DPP ഉൾപ്പെടെ കോടതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രതി അധ്യാപികയായിരുന്നു, മകനെ പോലെ സംരക്ഷിക്കേണ്ട ആളായിരുന്നു, എന്നിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള വാദങ്ങളായിരുന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ജാമ്യം അനുവദിക്കരുത് എന്ന് കർശനമായിട്ട് DPP ഉൾപ്പെടെ കോടതിയിൽ പറയുകയുണ്ടായി. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അനിവാര്യമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ വാദിയെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. വിദേശത്ത് നിരവധി പരിപാടികൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന ഒരാളാണ്, വിദേശത്ത് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ വിദേശത്തേക്ക് കടന്നു കളയാൻ ഉൾപ്പെടെ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും കസ്റ്റഡി ആവശ്യമില്ലെന്നും ആണ് വർഷത്തിൽ BA ആളൂർ ഉൾപ്പെടെ പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വാദമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ വിവാദ പരാമർശം കാരണം ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത കുട്ടികൾ എന്ന് പറഞ്ഞ് നടത്തിയ പരാമർശം കാരണം തന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളെല്ലാം തനിക്ക് നഷ്ടമായി എന്നടക്കം കോടതിയെ പ്രതിഭാഗം ബോധിപ്പിക്കുകയുണ്ടായി. ഒപ്പം RLV രാമകൃഷ്ണന്റെ പേര് മാത്രം പറഞ്ഞ മതിയായിരുന്നു, എന്നാൽ മനഃപൂർവ്വം അത്തരത്തിലൊരു അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനമായിട്ടുള്ള വാദം. മനഃപൂർവ്വം നടത്തിയ അധിക്ഷേപമല്ല, കാരണം ഇത് ജനറലായിട്ട് പറഞ്ഞതാണെന്നാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും വാദമായി ഉന്നയിച്ചത്. വടക്കേ ഇന്ത്യയിലെ വെളുത്ത ആളുകളും SC/ST വിഭാഗത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം മാത്രമാണ് നടത്തിയത്. ഈ കറുത്ത കുട്ടി എന്ന് പറയുന്ന പരാമർശം എങ്ങനെ SC/ST വകുപ്പിന്റെ പരിധിയിൽ വരും എന്നടക്കമായിരുന്നു BA ആളൂർ ഉൾപ്പെടെ വാദമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇപ്പോൾ വിധി പറയാൻ ഉത്തരവിടാൻ കോടതി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ ഇപ്പോൾ ഉത്തരവ് വന്ന സ്ഥിതിയിൽ മുൻകൂർ ഉപാധികളോടുകൂടിയുള്ള ജാമ്യമാണ് ഇപ്പോൾ സത്യഭാമയ്ക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. സംഗീത, RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപ കേസിൽ സത്യഭാമയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.